ഓം ശാന്തി. ഗോഡ് ഈസ് ട്രൂത്ത് എന്നല്ലേ പറയാറ്. ഈശ്വരൻ സത്യമാണ്. അപ്പോൾ ബാബയ്ക്ക് സത്യസന്ധതയുള്ള കുട്ടികളോട് പ്രത്യേക സ്നേഹമാണ്. സത്യമുള്ളവിടെ ഈശ്വരൻ പ്രസാദിക്കുന്നു. സത്യസന്ധത എന്ന ഗുണം വരുമ്പോൾ നമ്മളിലും ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരങ്ങൾ വളരാൻ തുടങ്ങുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കൃത്യതയുണ്ടാകും, പവിത്രതയുടെ ബലം നമുക്കുണ്ടാകും, സത്യസന്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റും. ഈശ്വരൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ മഹാവാക്യങ്ങളാണ് 4:3-21. ബാബ പറയുന്നു, മധുരമായ സർവീസബിളായിരിക്കുന്ന കുട്ടികളെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും തന്നെ സേവനത്തിൽ വിഘ്നമുണ്ടാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകരുത്. സർവീസ് മുന്നോട്ട് പോകാനായിട്ടാണോ എൻ്റെ വാക്കും പ്രവൃത്തിയും സഹായിക്കുന്നത്, അതോ സേവനത്തിൽ ഞാൻ വിഘ്നരൂപമാകുകയാണോ? ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യരുത്. ചോദ്യമാണ്, സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ വളരെ കൃത്യമായിട്ടിരിക്കണം. ആർക്കാണ് കൃത്യമായിട്ടിരിക്കാൻ സാധിക്കുന്നത്? പുരുഷാർത്ഥത്തിൽ അതേ സ്ഥൂലമായ കാര്യങ്ങളിലും സേവനത്തിലൊക്കെ കൃത്യത വരണം. അപ്പോൾ ബാബ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേട്ടോളൂ. ഏതെല്ലാം കുട്ടികളാണോ സത്യമായ ബാബയുടെ അടുത്ത് സദാ സത്യസന്ധമായിട്ടിരിക്കുന്നത്, ഉള്ളൊന്ന് പുറം വേറെ, അങ്ങനെയല്ല, ഉള്ളും പുറം ഒരുപോലെ ഇരിക്കും. 1, ആ വിശേഷത വേണം. 2, അരണ ശിവബാബയെ അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല അവരുടെ ബുദ്ധിയിൽ. അങ്ങനെ ഒരു സ്വഭാവം നല്ലതാണ്. 3, ഓരോ ചുവടിലും ശ്രീമതൻ തന്നെ അനുസരിക്കണം, ശ്രീമത് പ്രകാരം ജീവിക്കണം, ഒരശ്രദ്ധയും കാണിക്കരുത്. അവർക്കും കൃത്യമായിട്ടിരിക്കാൻ പറ്റും, ആക്യുറേറ്റായിട്ടിരിക്കാൻ പറ്റും. ഗീതം, കുട്ടിക്കാലത്തിലെ ദിനങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതത്തിൻ്റെ 2 വരികൾ ഇന്ന് കേട്ടല്ലോ. അപ്പോൾ നിശ്ചയം വന്നു നമുക്ക്. പരിധിയില്ലാത്ത ബാബ, പരിധിയില്ലാത്ത സുഖം നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആനന്ദത്തിന് അതിരില്ല, സന്തോഷത്തിന് അതിരില്ല. പരിധിയില്ലാത്ത സമ്പത്തല്ലേ കിട്ടുന്നത്. അങ്ങനെയുള്ള ബാബയുടെ കുട്ടികളായി മാറിയിരിക്കുന്നു. അപ്പോൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ന് ചിരിക്കും. ആ പാട്ടിൻ്റെ ലൈൻസ് അങ്ങനെയാണ്. ആജ് ഹസേ കൽ രുലാനദേന. ഇന്ന് ചിരിക്കും, എന്നിട്ട് നാളെ പിന്നെ കരയേണ്ടി വരും. പുരുഷാർത്ഥമൊന്നും ചെയ്തില്ല എങ്കിൽ അന്തിമ സമയത്ത് പശ്ചാത്താപം വരില്ലേ? ഞാൻ മഹാരാജാവാകാണ്, മഹാറാണിയാകാണ് എന്നെല്ലാം പറഞ്ഞു നടന്നു കൈ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ബാബയുടെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി സാധാരണ പ്രജയായിട്ട് മാറും. സ്വർഗത്തിൽ തീർച്ചയായിട്ടും വരും അല്ലേ? എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ വരുമോ എന്ന് ചിലർക്ക് സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ബാബ പറയുന്നു, ജ്ഞാനം പഠിച്ചവരൊക്കെ സ്വർഗത്തിൽ വരും. സത്യത്രേതായുഗത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കും. സത്യയുഗവും ത്രേതായുഗവും രണ്ടും കൂടി ചേർത്താണല്ലോ സ്വർഗം എന്ന് പറയുന്നത്. എന്നാലും ആദ്യം പുതിയ ലോകത്തിൽ വരുന്നവർ അവരെ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ബാക്കിയുള്ളവർ പിന്നീട് വരുന്ന ആളുകളല്ലേ. അവർക്ക് അത്രയും ജ്ഞാനം എടുത്ത ആളുകളായിരിക്കില്ല, ആത്മാത്രം ജ്ഞാനം എടുത്തിട്ടുണ്ടാവില്ല. ജ്ഞാനം എടുത്തവർ സത്യത്രേതായുഗത്തിൽ വന്നിരിക്കും. ബാക്കി വരുന്നവരൊക്കെ രാവണ രാജ്യത്തിലാണ് വരുന്നത്. അത് കുറച്ച് സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രം വരുന്നവരായിരിക്കും. സത്യത്രേതായുഗത്തിലാണ് വളരെയധികം സുഖമുള്ളത്. അതുകൊണ്ട് പുരുഷാർത്ഥം ചെയ്ത് പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സുഖമാണ് നമ്മൾ നേടേണ്ടത്. ഇത് ഏറ്റവും മഹാനായിട്ടുള്ള ഒരു സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾ എഴുതണം. നോട്ടീസ് പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എഴുതൂ, കാർഡുകളിൽ എഴുതൂ. അപ്പോൾ ഉയർന്നതിൽ ഉയർന്ന പരിധിയില്ലാത്ത ബാബ നമുക്ക് ഇതാ സന്തോഷ വാർത്ത നൽകിയിരിക്കുകയാണ്. പ്രദർശിനി നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് അത് അതിൽ പറയാറുണ്ട്. അപ്പോൾ ഇത് ക്ലിയറാണ്, വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതി വയ്ക്കണം. പരിധിയില്ലാത്ത ബാബ ജ്ഞാനസാഗരനാണ്, പതീത പാവനാണ്, സദ്ഗതി ദാതാവാണ്. ഗീതയുടെ ഭഗവാൻ ശിവൻ എങ്ങനെയാണ് ബ്രഹ്മകുമാരന്മാരിലും കുമാരിമാരിൽ കൂടിയും വീണ്ടും കലിയുഗമാകുന്ന സമ്പൂർണ്ണ വികാരി ലോകത്തെ, ഭ്രഷ്ടാചാരി പതിതമായ ലോകത്തെ സത്യുഗമാകുന്ന സമ്പൂർണ്ണ നിർവികാരി പാവനമായ ശ്രേഷ്ഠാചാരി ലോകമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതാ പ്രാക്ടിക്കൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷ വാർത്ത വന്ന് കേൾക്കൂ, മനസ്സിലാക്കൂ. ജനങ്ങളോട് നമ്മൾ പറയുകയാണ്. ഗവൺമെൻറ്റും നിങ്ങൾക്ക് ഗവൺമെൻറ്റുമായിട്ട് നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. അതായത് നമ്മൾ ഭാരതത്തെ വീണ്ടും സത്യുഗം, ശ്രേഷ്ഠാചാരി
അല്ലെങ്കിൽ 100% സുഖം, ശാന്തി, പവിത്രത നിറഞ്ഞ ദൈവിക സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാരി ലോകത്തിൻ്റെ വിനാശം എങ്ങനെ നടക്കുന്നു വന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെയെല്ലാം ക്ലിയറായിട്ട് റൈറ്റിങ്സ് എഴുതി വയ്ക്കണം, കാർഡുകളിൽ എഴുതി വയ്ക്കൂ. മനുഷ്യരെ പെട്ടെന്ന് മനസ്സിലാക്കട്ടെ. പ്രജാപിത ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിമാരും കൽപ്പം മുൻപും ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് പരംപിത പരമാത്മാ ശിവൻ്റെ ശ്രീമത് പ്രകാരം സഹജമായ രാജയോഗവും പവിത്രതയുടെ ബലത്തിൽ കൂടിയും തൻ്റെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് ഭാരതത്തിൻ്റെ അത്ര ശ്രേഷ്ഠാചാരി പാവനമായിട്ടുള്ള ഒരു സേവനം. അപ്പോൾ ഭാരതത്തെ അത്ര അങ്ങനെ ശ്രേഷ്ഠാചാരിയാക്കി പാവനമാക്കി എങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയണമെങ്കിൽ ഇവിടെ വന്ന് ഞാനും പഠിക്കൂ. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ക്ഷണിക്കുന്നത്. ക്ലിയറായിട്ട് കാർഡ് പ്രിൻ്റ് ചെയ്ത് വെക്കണം. ആർക്കും അത് വായിച്ചാൽ തന്നെ മനസ്സിലാകാനും സാധിക്കണം. ഈ BK ശിവബാബയുടെ മതം അനുസരിച്ച് രാമരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജിയും ആഗ്രഹിച്ചിരുന്നതും ഈ രാമരാജ്യം തന്നെയാണ്. ന്യൂസ് പേപ്പറിൽ ഫുള്ളായിട്ട് നമ്മൾ ഇൻവിറ്റേഷൻ പ്രിൻ്റ് ചെയ്ത് വെക്കണം. തീർച്ചയായിട്ടും മനസ്സിലാക്കണമല്ലോ എല്ലാവരും. നമ്മളും പറഞ്ഞു കൊടുക്കണം. പ്രജാപിത ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ ധനവും കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ പുറത്തു നിന്നൊന്നും ഫണ്ടൊന്നും വാങ്ങുന്നില്ല. ബ്രഹ്മകുമാരന്മാരുടെയും കുമാരിമാരുടെയും ധനം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അവരുടെ മനസ്സുകൊണ്ടുമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ഇതൊരിക്കലും മനസ്സിലാവില്ല, ഇതെന്താണ് ഈ പറയുന്നത് അല്ലേ. ഇവർ ഒന്നും തന്നെ യാചിക്കുന്നില്ല, അവർ ആരോടും ചോദിക്കുന്നില്ല ഒന്നും, പിന്നെ ആരോടും ഡൊണേഷനൊന്നും വാങ്ങുന്നില്ല. ലോകത്തിലുള്ളവരൊക്കെ ഡൊണേഷനൊക്കെ വാങ്ങിയിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്താറ്. ഇവിടെ നിങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ BKs എല്ലാവരുമാണ്, ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ധനവും ഇതിനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയാറ്. അപ്പോൾ അവർ സ്വയം സ്വരാജ്യം എടുക്കും. ആരിതിനു വേണ്ടി സമർപ്പിക്കുന്നു, ആരെത്ര സമർപ്പിക്കുന്നു അത്രയും അവർക്ക് അതിൻ്റെ പ്രാപ്തിയുണ്ട്. സ്വരാജ്യം അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും തൻ്റെ തന്നെ ചിലവിലാണ്. നമ്മൾ തന്നെ ഇവിടെ ചിലവാക്കുന്നു, നമ്മൾ തന്നെ കോടി മടങ്ങ് പ്രാപ്തികൾ നേടുന്നു. ആര് പ്രയത്നിക്കുന്നു അവർക്ക് തന്നെയാണ് 21 ജന്മത്തേക്ക് സമ്പത്ത് കിട്ടുന്നത്. ഭാരതവാസിയിൽ തന്നെയാണ് 21 ജന്മത്തേക്ക് ശ്രേഷ്ഠാചാരിയും ഡബിൾ കിരീടധാരിയായിട്ട് മാറുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ ഡബിൾ കിരീടധാരിയായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിലും ആർക്കും തന്നെ കിരീടമില്ല. അപ്പോൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ബാബയും പറഞ്ഞു തരികയാണ്, ഇങ്ങനെ എഴുതുമ്പോൾ പാവം ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഈ BK എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ആളുകളിൽ നിന്ന് പോലും ശബ്ദം പുറത്തേക്ക് വരും. VIP ക്വാളിറ്റി ഉള്ളവരെ ജ്ഞാനം പറയാൻ തുടങ്ങും. അപ്പോൾ പാവപ്പെട്ട ജനങ്ങളൊക്കെ ഇരുന്ന് കേൾക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പാവപ്പെട്ടവർ പറഞ്ഞാലും ആരും കേൾക്കില്ല. വലിയ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പം അത് കുറച്ചുകൂടെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താറുണ്ട്. സമ്പന്നരുടെ ശബ്ദം പെട്ടെന്ന് എത്തുന്നു. അപ്പം നിങ്ങൾ തെളിയിച്ച് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വിശേഷിച്ച് ഭാരതത്തെ സ്വർഗമാക്കുകയാണ്. ബാക്കി എല്ലാവരും ആ സമയത്ത് ശാന്തിധാമിൽ പോയിരിക്കും. ഭാരതം 5000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമായിരുന്നു. ഇപ്പോൾ കലിയുഗമാണ്. ആ സമയത്ത് സത്യയുഗമായിരുന്നു. സത്യയുഗത്തിൽ എത്ര ആളുകളുണ്ടായിരുന്നു? ജനസംഖ്യ എത്രയാണ്? ഇപ്പോൾ കലിയുഗത്തിൻ്റെ അവസാനമായപ്പോൾ എത്രയായി നോക്കൂ. ഇനി അതേ മഹാഭാരത യുദ്ധം, ഗീതയിൽ വായിച്ചിട്ടുള്ള യുദ്ധം, കൽപ്പം മുമ്പേ നടന്നിട്ടുള്ള യുദ്ധം വരണം. അപ്പോൾ ഇനിയൊരു സമയം വരുമ്പോൾ ബാബ പറയാണ്, കൊയ് സമയത്ത് ഐസി ലഡായി ലഗി ഹി നഹി. ഇതുപോലൊരു യുദ്ധം ഇതിനു മുമ്പ് നടന്നിട്ടേയില്ല. ഇത് 3ാം ലോക മഹായുദ്ധമായിരിക്കും അവസാനം നടക്കുന്നത്. ട്രൈ ചെയ്തു നോക്കുകയാണ് ആളുകളിങ്ങനെ ചെറിയ ചെറിയ യുദ്ധത്തിലൂടെ ട്രൈ ചെയ്യാൻ. ഇപ്പം അറ്റോമിക് ബോംബുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഇത് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല. ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഇത് കടലിൽ കൊണ്ടിടുകയും ചെയ്യും. ഉപയോഗിക്കാതിരിക്കുന്ന സാധനമൊക്കെ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പേ കടലിൽ കൊണ്ടിടും. ഹംബി നെഹി ബനാവേ. അപ്പോൾ ഇങ്ങനെ കടലിൽ കൊണ്ട് കളയാനായിട്ട് ചിലർക്ക് തോന്നും, ഇത് കളയാനല്ലേ, സമുദ്രമേ ഡാൽദോ ഹംബി നെഹി ബനായി. അപ്പോൾ അവസാനം ഇത് കൊണ്ട് കളയാനാണെങ്കിൽ ചില ആളുകൾക്ക് തോന്നും, ഇതെന്തിനുണ്ടാക്കണം, ഇങ്ങനെ വെറുതെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? തും രക്കോ ഹം ന ബനായെ ഈ കേസേ ഹോ സക്താ ഹെ. അപ്പോൾ ചിലർക്ക് തോന്നും അവരെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അപ്പം നമ്മളും സൂക്ഷിക്കണ്ടേ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത രാജ്യത്തിലുള്ളവരുണ്ടാക്കാൻ തുടങ്ങും. പക്ഷേ കുട്ടികൾക്കറിയാം എന്താണ് ഇതിൻ്റെ ഭാവി. ഇതൊന്നും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ ആരവർക്ക് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? വിനാശ് ന ഹോ തോ രാജ്യ കേസേ കരെങ്കെ. വിനാശം വരാതെ ഒരു രാജ്യത്തിൽ എങ്ങനെ നമ്മൾ
ഭരിക്കും. കുട്ടികൾക്ക് നിശ്ചയമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക്. സംശയബുദ്ധികളാണെങ്കിൽ അവരൊക്കെ വിട്ട് ഓടിപ്പോവും ബാബയുടെ അടുത്ത് നിന്ന്. ചിലർ ട്രേറ്ററും ആകാറുണ്ട്. പോയിട്ട് മിണ്ടാതിരിക്കുകയില്ല. എന്തെങ്കിലും നെഗറ്റീവായിട്ട് യജ്ഞത്തെക്കുറിച്ചും യജ്ഞത്തിലിരിക്കുന്നവരെക്കുറിച്ചും യജ്ഞത്തിൽ പഠിപ്പിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ ട്രേറ്റർ എന്ന് വിളിക്കുന്നത്. ബാബയുടേതായിട്ട് പിന്നീട് ഒരിക്കലും ട്രേറ്റർ ആവരുത്. ബാബയുടേതാകുമ്പോൾ എല്ലാം നമ്മൾ നിശ്ചയബുദ്ധികളായിട്ടിരിക്കണം. ഭഗവാന്റെ കാര്യമാണ് നടക്കുന്നത്. നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതൊന്നുമല്ല ഇവിടെ സത്യം. നമ്മൾ ജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് വേണം എല്ലാം കാണേണ്ടത്. അല്ലാത്തവർ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെയാണ് ട്രേറ്റർ എന്ന് വിളിക്കുന്നത്. നിങ്ങളിവിടെ ഓർക്കണം, ശിവബാബ എന്ന് പറയുന്നത് ശിവബാബക്കോ ഓർ ബാത്തോസെ ക്യാ ഫായദ. ശിവബാബയ്ക്ക് ഇവിടെ മറ്റുള്ള വിഷയങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ? സത്യമായി ബാബയുടെ അടുത്ത് നമ്മൾ സത്യസന്ധമായിട്ടിരിക്കണം. ഉള്ളൊന്ന് പുറമേ നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ വേറെ സ്വഭാവമാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോയാൽ പദവി ഭ്രഷ്ടമാകും. തനിക്ക് തന്നെയാണ് നഷ്ടം വരുത്തി വയ്ക്കുന്നത്. കൽപ്പകൽപ്പത്തേക്ക് പിന്നെ ഉയർന്ന പദവി പ്രാപിക്കുകയില്ല. അതുകൊണ്ട് ഈ സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. അശ്രദ്ധ ഒന്നും തന്നെ കാണിക്കരുത്. എത്ര സാധിക്കുന്നു അത്രയും നമ്മൾ ശ്രീമത് അനുസരിച്ച് തന്നെ നടക്കണം. നിരന്തരം ബാബയുടെ ഓർമ്മയിൽ അങ്ങനെ ഇരിക്കണം. അപ്പോൾ അവസാനം വരെ ബാബയുടെ ഓർമ്മയിൽ തന്നെ മുന്നോട്ട് പോകണം ജീവിതം. ബാബയല്ലാതെ വേറെ ഒന്നും ഓർമ്മ വരരുത്. അന്തിമ സമയത്ത് ആരെ ഓർക്കുന്നു അതനുസരിച്ച് ആത്മാവിന് ഗതി കിട്ടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചിലർക്ക് സ്വന്തം പത്നിയെ ഓർമ്മ വന്നാൽ ആ മോഹം കാരണം ആത്മാവ് പോയിട്ട് അധോഗതി ആത്മാവിന് സംഭവിക്കും. അവരെടുത്ത് പോയി ജന്മം കൊടുക്കുക, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ജന്മം കിട്ടും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സത്യയുഗത്തിനോട് അടുക്കും തോറും നിങ്ങൾക്ക് സാക്ഷാത്കാരങ്ങളുണ്ടാകും. ബാബ ഓരോ വിഷയങ്ങളും കണ്ടിട്ടുണ്ട്. ബ്രഹ്മബാബയും സാക്ഷാത്കാരം കണ്ടതല്ലേ. അപ്പം നിങ്ങളും ഇങ്ങനെ സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കും. आगे चल तुम नज़दीक आते जाएंगे. ऐसा काम किया है. शुरू में भी तुमने साक्षात्कार किए हैं. അപ്പം അവസാനം ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാക്ഷാത്കാരം കിട്ടും. നീ ഇന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അപ്പം അതിന് ശിക്ഷ അനുഭവിക്കും. ശിക്ഷ എന്ന് പറയുന്നത് പശ്ചാത്താപമാണ്. ആത്മാവിന് ദുഃഖം ഉണ്ടാകുന്നു, പശ്ചാത്തപിക്കുന്നു. ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട്, കൽപ്പം മുൻപ് അനുഭവിച്ചിട്ട് വീണ്ടും അനുഭവിക്കുക. അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ തെറ്റ് ചെയ്താൽ 100 ഇരട്ടിയായിരിക്കും ശിക്ഷ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യരുത്. ബാബയുടെ സർവീസിൽ വിഘ്നങ്ങളൊന്നും ഇടാൻ പാടില്ല. നമുക്ക് സേവ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ടിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ വലിയ വിഘ്നമാണ് അവിടെ വരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വലിയ വിഘ്നങ്ങൾ വരും. അവസാന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവും. ഭഗവാന്റെ യജ്ഞത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ സാക്ഷാത്കാരം ഉണ്ടാവും. അപ്പം നിങ്ങൾ ബാബയുടെ സർവീസിൽ വിഘ്നമിട്ടത് കാരണം വലിയ നഷ്ടം വന്നു. ആസുരീയ സമ്പ്രദായം എന്ന് വിളിക്കുന്നത് അവരെയാണ്. ആരെല്ലാമാണോ വിഘ്നമിടുന്നത് അവർക്ക് വലിയ ശിക്ഷകളുണ്ട്. ശിവബാബയുടെ വലിയ ദർബാറാണിത്, ഭഗവാന്റെ ദർബാറാണ്. റൈറ്റ് ഹാൻഡ് ധർമ്മരാജനാണ്, അത് മറക്കരുത്. പരിധിയുള്ള ശിക്ഷകളാണ് ഇന്ന് ലോകത്തിലെല്ലാവർക്കും കൊടുക്കാറ്. ഇവിടെ നടക്കുന്നത് 21 ജന്മത്തേക്കുള്ള നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പദവി ഭ്രഷ്ടമായി പോകും. ഓരോ കാര്യങ്ങളും ബാബ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. तो ऐसा कोई ना कोई कहे कि हमको पता नहीं था. ചിലർ പറയും ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, നേരത്തെ എന്താ പറഞ്ഞു തരാഞ്ഞത്. അപ്പോൾ അങ്ങനെ പരാതി വരാതിരിക്കാൻ ബാബ എല്ലാ കാര്യവും നേരത്തെ തന്നെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ബാബ ഇവിടെ കുട്ടികൾക്ക് അലേർട്ടാക്കുകയാണ്, താക്കീത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നോക്കുന്നുണ്ട് ഓരോ സെൻറ്ററിലും എത്ര കുട്ടികളാണ് ബാബയുടെ അടുത്ത് വന്നതിന് ശേഷം ജ്ഞാനമൊക്കെ പഠിച്ചിട്ടും കൈവിട്ടു പോകുന്നത്. ചില ആളുകൾ ശല്യം ചെയ്യും, സെൻറ്ററിൽ ഇരിക്കുന്നവരെ അസ്വസ്ഥാക്കിക്കൊണ്ടിരിക്കും. ചിലർ വികാരിയായിട്ട് മാറുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. സ്കൂളിൽ മുഴുവൻ പഠിക്കാത്ത കുട്ടികളുണ്ടാവും, നന്നായി പഠിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് പദവിയായിരിക്കും കിട്ടുന്നത്? പദവിയിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും. ഇവിടെ ദുഃഖധാമിൽ നമ്മൾ കാണാറില്ലേ, ചിലർ പ്രസിഡൻറ്റ് സ്ഥാനത്തിരിക്കുന്നു, ചിലർ സമ്പന്ന കുടുംബത്തിലിരിക്കുന്നു, ചിലർ കാണാൻ ദരിദ്ര കുടുംബത്തിലിരിക്കുന്നത്. സ്വർഗത്തിൽ ഇതുപോലെയാണ്. സുഖധാമിലും പദവിയിൽ നമ്പർ വൈസായിരിക്കും. അപ്പോൾ റോയൽ ബുദ്ധിമാന്മാരായ കുട്ടികളാണെങ്കിൽ അവർ ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്ത് എടുക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. മായയുടെ ബോക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മായ വളരെ സ്ട്രോങ് ആണ്. ജയപരാജയം നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര പേരാണ് വരുന്നത് ബാബയുടെ അടുത്ത് നോക്കിയേ, എന്നിട്ട് ട്രേറ്ററായി മാറുന്നു, പിന്നെ കൈവിട്ട് പോകുന്നു, മുന്നോട്ട് പോകെ ഫെയിലായി പോകുന്നു.
പലരും പറയാറുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു, ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതൊരിക്കലും അങ്ങനെ കേട്ടിട്ടേ ഇല്ലല്ലോ, ഞങ്ങൾ ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും പവിത്രമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. അരേ, ഇത് ഭഗവാൻ ഉവാചയാണ്, കാമമഹാശത്രുവാണെന്ന്. ഗീതയിലും ഇങ്ങനത്തെ വാക്കുകൾ എഴുതിയിട്ടുണ്ടല്ലോ. സത്യയുഗത്തിൽ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണെന്നും കലിയുഗത്തിൽ ആസുരീയ അവഗുണങ്ങളുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആസുരീയ അവഗുണങ്ങളുള്ളവർ ദൈവിക ഗുണങ്ങളുള്ളവരുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വ്യത്യാസമാണല്ലേ. അപ്പം നമ്മൾ ആരായിരുന്നു, ഇപ്പം നമ്മൾ ആരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എല്ലാ ഗുണങ്ങളും ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാരപാനീയങ്ങളും സദോ ഗുണമാക്കി വയ്ക്കണം. ദേവതകൾ എന്താണ്, ദേവതകൾക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കേണ്ടത് നോക്കണം. എന്താണ് കഴിപ്പിക്കേണ്ടത്? ശ്രീനാഥ് ദ്വാരയിൽ ചെന്ന് നോക്കൂ, അവരെന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് നോക്കൂ. നല്ല നെയ്യിൽ വിളയിച്ച ശുദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈഷ്ണവർ, അവിടെ വൈഷ്ണവരാണ് ആഹാരമൊക്കെ പാകം ചെയ്യുന്നത്. ജഗന്നാഥ് പുരിയിൽ നോക്കൂ, എന്താണ്, സാധാരണ ചോറാണ് അവിടെ പ്രസാദം. അപ്പോൾ ഒന്ന് സത്യയുഗത്തിൻ്റെ ഓർമ്മചിഹ്നം, അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്ന അവിടെ പ്രസാദം. പിന്നൊന്ന് വാമമാർഗത്തിലേക്ക് പോയ ദേവത, വികാരി ജീവിതം തുടങ്ങിയപ്പോഴുള്ള ആ ഒരു അവസ്ഥയുടെ പൂജയാണ്. അപ്പം അവിടുത്തെ പ്രസാദത്തിൻ്റെ ക്വാളിറ്റിയും കുറച്ച് കുറവാണ്. അപ്പോൾ രാജധാനിയിൽ 36 വിഭവങ്ങളായിരുന്നു ഭക്ഷണമായിട്ട് ദേവതകൾ കഴിച്ചിരുന്നത്. ശ്രീനാഥ് ദ്വാരയിൽ ഒരുപാട് സാമഗ്രികളും സാധനങ്ങളൊക്കെ അവിടെയും ഉണ്ടാക്കാറുണ്ട്. പുരിയും ശ്രീനാഥും രണ്ടും വേറെ വേറെയാണ്. പുരിയിലെ ക്ഷേത്രത്തിൽ പോയി നോക്കിയാൽ ദേവതകളുടെ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവതകളുടെ വേഷവിധാനങ്ങൾ അങ്ങനെയാണ് കാണിക്കാറ്. ഭോഗം വിശേഷിച്ച് ചോറാണ് അവിടെ വയ്ക്കാറ്. അപ്പോൾ അതിൽ നെയ്യൊന്നും ഇടില്ല, സിമ്പിളായിട്ടുള്ള ചോറാണ്. വ്യത്യാസം കാണിക്കുന്നില്ലേ? അപ്പോൾ ഭാരതം ഏതവസ്ഥയിലായിരുന്നു, ഇപ്പോൾ ഏതവസ്ഥയിലായി, ഇത് മനസ്സിലാക്കാനായിട്ടാണ് ബാബ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നോക്കി ഏതവസ്ഥയിലായിരുന്നു. പൂർണ്ണമായിട്ടും അന്നം പോലും എല്ലാവർക്കും എല്ലാ വീടുകളിലും കിട്ടുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു പല കാര്യങ്ങളും. ശിവബാബയുടെ പ്ലാൻ വേറെ, ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ വേറെ. ഇപ്പോൾ എല്ലാ പ്ലാനും, അവരുടെ എല്ലാ പ്ലാനും മണ്ണിലേക്ക് പോകാൻ പോവുകയാണ്. അവർ പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെ നടക്കുമെന്നറിയില്ല. പ്രകൃതിക്ഷോഭങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യും? ധാന്യങ്ങളൊന്നും കിട്ടില്ല. മഴ അത്രയും ശക്തമായിട്ട് വന്ന് മഴ പെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാം നശിക്കില്ലേ? എത്ര നഷ്ടം വരും? ഈ സമയത്ത് തത്വങ്ങൾ തമോ പ്രധാനമാണ്. അപ്പോൾ മഴയും തലകീഴായിട്ടുള്ള സമയത്തൊക്കെയാണ് വരുന്നത്, ഒരേ സമയത്തല്ല. കൊടുങ്കാറ്റും തമോ പ്രധാനമാണ്. സൂര്യൻ്റെ ചൂട് എത്ര കൂടിയിരിക്കുന്നു, പറയേ വേണ്ട. നാച്ചുറൽ കലാമിറ്റീസ് ഡ്രാമയിലുള്ളതാണ്. അവർക്ക് ബാബ പറയുന്ന വിനാശകാലെ വിപരീത ബുദ്ധിയായിട്ടിരിക്കുന്ന ആളുകളെ ഇതെല്ലാം ബാധിക്കും. അപ്പോൾ നിങ്ങളുടേത് ബാബയുമായിട്ട് പ്രീതബുദ്ധിയാണ്. അജ്ഞാനകാലത്തും സൽപുത്രന്മാരായ കുട്ടികളെ അച്ഛനും അമ്മയും വളരെയധികം സ്നേഹിക്കാറുണ്ട്. അതുകൊണ്ട് ബാബയും ഇവിടെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് സ്നേഹസ്മരണകൾ. ചിലപ്പോൾ പറയും ആരെല്ലാം എത്ര സർവീസ് ചെയ്യുന്നു അതനുസരിച്ച് സ്നേഹസ്മരണകൾ എന്ന് പറയാറുണ്ട്. ഭാരതത്തിൻ്റെ വിശേഷിച്ച് പറയാൻ നമുക്ക് ജനറലായിട്ട് ലോകത്തിൻ്റെ മുഴുവനും അവസ്ഥയാണ് ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തെയാണ് സ്വർഗമാക്കുന്നത്, ബാക്കി എല്ലാവരെയും ശാന്തിധാമിലേക്ക് പറഞ്ഞുവിടും. ഭാരതത്തിന് സ്വർഗത്തിൻ്റെ സമ്പത്ത് കിട്ടിയതല്ലേ, ബാക്കി എല്ലാവർക്കും മുക്തിയുടെ സമ്പത്താണ് കിട്ടുന്നത്. എല്ലാവരും പോവുകയാണ് മുക്തിയിലേക്ക്. ആദ്യമേ നിലവിളിയാണ്, നിലവിളിക്ക് ശേഷം ജയ ജയഘോഷം മുഴങ്ങും. എത്ര നിലവിളിയാണ് ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്നതല്ലേ. ഇവിടെ രക്തപ്പുഴകളൊക്കെ ഒഴുകാൻ തുടങ്ങും. നാച്ചുറൽ കലാമിറ്റീസ് വരും, മരണം എല്ലാവർക്കും ഉണ്ടാകും. പൂർണ്ണമായിട്ടും പുരുഷാർത്ഥം ചെയ്തോളൂ. അതിന് മുൻപേ തന്നെ ബാബയുടെ അടുത്ത് നമ്മൾ എപ്പോഴും സത്യസന്ധനായിരിക്കണം, വിശ്വസ്തനായിട്ടിരിക്കണം, സർവീസബിളായിട്ടിരിക്കണം. ആരെല്ലാമാണോ കൽപ്പം മുൻപ് ഇങ്ങനത്തെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർക്ക് സാക്ഷാത്കാരങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ സുദർശന ചക്രധാരിയായി മാറിയിരിക്കുകയാണ്. സദാ ബുദ്ധിയിൽ സുദർശന ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കണം. 84 ജന്മങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരികെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ബാബയുടെ ഓർമ്മയിലിരിക്കണം. വീടിനെ ഓർക്കണം, സത്യയുഗത്തെ ഓർക്കണം. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഈ ചിന്തകൾ തന്നെ വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മൾ വിശ്വത്തിൻ്റെ മഹാരാജകുമാരന്മാരാകുകയാണ്. നമ്മൾ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ ശ്രീനാരായണനായിട്ട് മാറും. ലഹരി കയറുന്ന എപ്പോഴും ബാബയ്ക്ക് നല്ല ലഹരിയായിരുന്നു, ബ്രഹ്മബാബയ്ക്ക്. സാക്ഷാത്കാരമൊക്കെ ബ്രഹ്മബാബയ്ക്ക് കിട്ടിയപ്പോൾ പിന്നെ ബാബയ്ക്കുടെ ലഹരിക്കൊരു അതിരുണ്ടായിരുന്നില്ല.
അപ്പോൾ ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം എല്ലാ ദിവസവും ബാബ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉള്ളിൽ ലഹരി വരും. നാളെ ഞാൻ ഇങ്ങനെയായി തീരുമല്ലേ, ശ്രീകൃഷ്ണനായി തീരുമല്ലേ, പിന്നെ സ്വയംവരം കഴിയുമ്പോൾ ഞാൻ ശ്രീനാരായണനായി തീരും, തതത്വം, ഞാൻ വീണ്ടും ഇങ്ങനെയാകും. നിങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് രാജയോഗമാണ്, പ്രജായോഗമല്ല. ആത്മാക്കൾ വീണ്ടും തൻ്റെ രാജ്യഭാഗ്യം എടുക്കുകയാണ്. ആത്മാക്കൾക്ക് തൻ്റെ രാജ്യഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഈ രാജ്യം നഷ്ടപ്പെടുത്തിയതാണ്, ഇപ്പോൾ വീണ്ടും രാജ്യം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കിയത് തന്നെ നിങ്ങൾക്ക് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. 21 ജന്മത്തേക്ക് നമ്മൾ സ്വർഗത്തിലെ രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സിമ്പിളായിട്ടുള്ള കാര്യം. ഇത് ശിവബാബ ഇപ്പോൾ ബ്രഹ്മബാബയുടെ ശരീരത്തിലൂടെ രാജയോഗം പഠിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ പോയി ഇങ്ങനെ ആയിത്തീരും. കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ മെർക്കുരി മുകളിലേക്ക് കയറണം. നമ്മൾ ബാബയുടെ ഓർമ്മയിൽ കൂടി വിശ്വത്തിൻ്റെ രാജകുമാരനായിട്ട് മാറും. എത്ര സന്തോഷിക്കേണ്ട കാര്യമാണല്ലേ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൽപ്പം മുമ്പും പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ആധാരം ഈ പഠിത്തം തന്നെയാണ്. എത്ര പഠിക്കുന്നു അത്രയും സമ്പാദ്യമുണ്ട്. ബാബ പറഞ്ഞു തരുന്നു. ചിലർ ലൗകിക പഠിത്തത്തിൽ ചിലർ സർജനാകുന്നു, ചിലർ ലക്ഷക്കണക്കിന് പൈസ വാങ്ങിക്കുന്ന അഡ്വക്കേറ്റായി മാറുന്നു, അല്ലേ. ചില അഡ്വക്കേറ്റിന് അത്രയും സമ്പാദ്യമില്ല. ചിലരുടെ കോട്ട് തന്നെ, യൂണിഫോം ഇടാൻ തന്നെ കീറിയ കോട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന അഡ്വക്കേറ്റും ഉണ്ട്. ഒരേ കോഴ്സ് പഠിച്ചവരല്ലേ. അപ്പോൾ ബാബ ആവർത്തിച്ച് പറയുകയാണ്, കുട്ടികളെ ഈ പഠിപ്പിൽ ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്, സദാ ശ്രീമത് അനുസരിച്ച് തന്നെ നടക്കണം. ശ്രീ ശിവബാബയിലൂടെ നിങ്ങൾ ശ്രേഷ്ഠനായി മാറുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ബാബയിൽ നിന്ന് അനേക പ്രാവശ്യം ഈ സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ്. 21 ജന്മത്തെ സമ്പത്ത് അരകൽപ്പത്തേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അരകൽപ്പം, അതായത് 2500 വർഷം സുഖം നിങ്ങൾ നേടിയെടുക്കുന്നു. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग। रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग और नमस्ते। ധാരണ: ഉള്ളും പുറവും സത്യസന്ധമായിട്ടിരിക്കണം. പഠിപ്പിലൊരിക്കലും അശ്രദ്ധ കാണിക്കരുത്. ഒരിക്കലും സംശയബുദ്ധിയായി പഠിത്തം ഉപേക്ഷിക്കരുത്. സർവീസിൽ വിഘ്നരൂപമായി മാറരുത്. 2. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കേൾപ്പിച്ചു കൊടുക്കൂ. പവിത്രതയുടെ ബലത്തിലൂടെ ശ്രീമത് പ്രകാരം തൻ്റെ ശരീരവും മനസ്സും ധനവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സഹയോഗത്തോടുകൂടി 21 ജന്മത്തേക്ക് ഭാരതത്തെ ശ്രേഷ്ഠാചാരിയും ഡബിൾ കിരീടധാരിയുമാക്കുവാനുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരദാനം: സെക്കൻഡിനുള്ളിൽ സങ്കല്പങ്ങളെ സ്റ്റോപ്പ് ചെയ്ത് തൻ്റെ ഫൗണ്ടേഷനെ ഉറപ്പുള്ളതാക്കി മാറ്റുന്ന പാസ് വിത്ത് ഹോണറായി ഭവിക്കട്ടെ. ഏതെങ്കിലും പരീക്ഷണങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ടെസ്റ്റ് പേപ്പർ നമ്മളെ പരിപക്വമാക്കാൻ വേണ്ടി വരുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഫൗണ്ടേഷനെ ഉറപ്പുള്ളതാക്കാൻ വരുന്നതാണ്. അത് കണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത്. പുറമേ ഇളക്കങ്ങൾ ഉണ്ടെങ്കിലും സെക്കൻഡിനുള്ളിൽ 1 സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അഭ്യസിക്കൂ. എത്ര തന്നെ വിസ്താരം ഉണ്ടായാലും ആ പ്രശ്നത്തിൻ്റെ വിസ്താരത്തിലും നമ്മൾ സെക്കൻഡ് കൊണ്ട് അതിനെ സാരസ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം. വിശപ്പ്, ദാഹം, അല്ലെ ചൂട്, തണുപ്പ്, ഏത് സാഹചര്യത്തിലും നമ്മൾ നമ്മുടെ സംസ്കാരത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഉൾവലിയാനുള്ള ശക്തി കൊണ്ട് സങ്കല്പങ്ങളെ സ്റ്റോപ്പ് ചെയ്യൂ. ഏതവസ്ഥയിൽ ഏകരസമായിട്ടിരിക്കണം. ഇത് ദീർഘകാലം വേണ്ട അഭ്യാസമാണ്. അങ്ങനെ ഈ അഭ്യാസത്തിലൂടെ പാസ് വിത്ത് ഹോണറായിട്ട് മാറും. സ്ലോഗൻ: തൻ്റെ സുഖത്തിൻ്റെയും ശാന്തിയുടെയും വൈബ്രേഷൻ കൊണ്ട് ലോകർക്ക് സുഖവും ശാന്തിയും അനുഭവിപ്പിച്ചു കൊടുക്കുന്നത് തന്നെയാണ് സത്യമായിട്ടുള്ള സേവനം. ഓം ശാന്തി.